Welcome to the class. Law of Torts എന്നുള്ള വീഡിയോ സീരീസിലെ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് Injuria Sine Damnum എന്നുള്ള രണ്ടാമത്തെ ലീഗൽ പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ Damnum SIne Injuria എന്നുള്ള Law of Tortsന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിളിനെ കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് നമ്മൾ Injuria Sine Damnum എന്താണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. യെസ്, ആദ്യം ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്തത് അല്ലേ? ആദ്യം ഈ ലീഗൽ പ്രിൻസിപ്പിളിലെ ഓരോ ടേമിന്റെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലീഗൽ പ്രിൻസിപ്പിൾ വാട്ട് ഡസ് ഇറ്റ് മീൻ എന്ന് മനസ്സിലാക്കി. അതിനുശേഷം അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കി. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോ ലീഗൽ പ്രിൻസിപ്പിളും പൊതുവെ ഏത് ലോയിലാണെങ്കിലും പ്രത്യേകിച്ച് ലോ ഓഫ് ടോർട്സിൽ. കാരണം ലോ ഓഫ് ടോർട്സ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായിരിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള ലീഗൽ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്തൊക്കെയാണ് ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ നോക്കാം. ഇഞ്ചൂറിയ, ഇതിനു മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി. ഇഞ്ചൂറിയ എന്ന് പറയുമ്പോൾ ഇഞ്ചുറി എന്നത് സജസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഫിസിക്കൽ ആയിട്ടുള്ള ഇഞ്ചുറി അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു ലീഗൽ റൈറ്റിന്റെ വയലേഷൻ ആണ്. അതായത് ഒരാൾക്ക് നിയമപരമായിട്ടുള്ള ഒരു അവകാശമാണത്. അതിനെ വേറൊരാൾ ലംഘിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇഞ്ചുറിയാണ് ഇവിടെ ഇഞ്ചൂറിയ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇഞ്ചൂറിയ എന്ന് പറയുമ്പോൾ വയലേഷൻ ഓഫ് റൈറ്റ്. സൈൻ എന്ന് പറഞ്ഞാൽ വിതൗട്ട് ദാറ്റ്. ഓക്കെ, ഡാംനം എന്ന് പറഞ്ഞാൽ ഡാമേജ് ആണ്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ശരിക്കും പറഞ്ഞ് മനസ്സിലായി എന്താണ് ഡാമേജ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് കുഡ് ബി എ ലോസ് ഓഫ് കംഫർട്ട്, ഇറ്റ് കുഡ് ബി എ ലോസ് ഓഫ് ഹെൽത്ത്, ഇറ്റ് കുഡ് ബി എ ലോസ് ഓഫ് മണി. അതായത് സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ ആരോഗ്യപരമായിട്ടോ ഒക്കെ വരുന്ന നഷ്ടങ്ങളെയാണ് ഡാമേജ് എന്ന വാക്കുകൊണ്ട് ഈ ലോ ഓഫ് ടോർട്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇഞ്ചൂറിയ സൈൻ ഡാംനം എന്ന് പറഞ്ഞാൽ there is a violation of legal right without actual damage. അതായത് ഒരാളുടെ ഒരു ലീഗൽ റൈറ്റിനെ മറ്റൊരാൾ വയലേറ്റ് ചെയ്തു, പക്ഷേ ആ പ്രവൃത്തി മൂലം ഇയാൾക്ക് വിശേഷിച്ച് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനെയാണ് ഇഞ്ചൂറിയ സിൻ ഡാംനം എന്ന് റെഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരാളുടെ അവകാശത്തിന്, നിയമപരമായിട്ടുള്ള അവകാശം, അത് എന്ത് തരത്തിലുള്ള അവകാശമായിക്കോട്ടെ, വേറൊരാൾ ലംഘിക്കുകയാണ്, വേറൊരാൾ അതിന് കടന്നാക്രമണം നടത്തുകയാണ്. ഓക്കെ, ഇത് ശരിയായ ഒരു കാര്യമല്ല അല്ലേ? ശരിയായ ഒരു കാര്യമല്ല. ലോ ഓഫ് ടോർട്സ് പറയുന്നത് ഒരാളുടെ ലീഗൽ റൈറ്റിനെ വേറൊരാൾ വയലേറ്റ് ചെയ്താൽ അത് ആക്ഷനബിൾ പെർ സേ ആണ്. ആക്ഷനബിൾ പെർ സേ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അയാൾക്ക് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല, അത്തരത്തിലുള്ള നഷ്ടങ്ങളുടെ ഒന്നും ഒരു പ്രൂഫും ഇല്ലെങ്കിൽ പോലും ഒരാളുടെ റൈറ്റ് വയലേറ്റ് ചെയ്തു എന്ന കാര്യം മാത്രം മതി അത് ആക്ഷനബിൾ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ലോ ഓഫ് ടോർട്ട് ബേസിക്കലി ആളുകളുടെ അവകാശങ്ങളെയാണ് സംരക്ഷിക്കുന്നത്. അല്ലാണ്ട് ഒരാൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നാൽ അതിന് കോമ്പൻസേറ്റ് ചെയ്യുക, അതല്ല ഈ ലോന്റെ പ്രിൻസിപ്പിൾ. ഇതിന്റെ പ്രിൻസിപ്പിള് ഒരാളുടെ അവകാശത്തിന്, ഒരാളുടെ ലീഗൽ റൈറ്റിനെ മറ്റൊരാൾ വയലേറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ചെയ്താൽ ആരുടെ റൈറ്റ് ആണോ വയലേറ്റ് ചെയ്തത് അയാൾക്ക് കോമ്പൻസേഷൻ കിട്ടണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഇഞ്ചൂറിയ? there is a violation of legal right but there is no damage. ഓക്കെ, ഇയാൾക്ക് പ്രത്യേകിച്ച് ഹാം ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ അയാളോട് പ്രവർത്തിച്ചത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്, റോങ്ഫുൾ ആക്ട് ആയിരുന്നു. ഇറ്റ് വാസ് നോട്ട് ഹാംഫുൾ. ഓക്കെ, പക്ഷേ ലോ ഓഫ് ടോർട്ട് പറയുന്നത് ഇത്തരത്തിലുള്ള വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ് ഇസ് ആക്ഷനബിൾ പെർ സേ. അങ്ങനെ ഒരു വയലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി, അത് ആക്ഷനബിൾ ആണ്. അതുകൊണ്ട് ഇയാൾക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഇനി അഥവാ ഉണ്ടായാലും. ഓക്കെ, അപ്പോ ഇതുമായി ബന്ധപ്പെട്ട ചില കേസ് ലോസും കൂടി നമുക്ക് നോക്കാം. യെസ്, വളരെ ഫേമസ് ആയിട്ടുള്ള, അത് ലോ ഓഫ് ടോർട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഒഴിവാക്കാനേ പറ്റാത്ത കേസ് ലോസ് ആണ് ഞാൻ ഈ പറയുന്നത്. ഒന്ന് ആഷ്ബി വേഴ്സസ് വൈറ്റ് 1703 ഡിസൈഡ് ചെയ്തതാണ്. പക്ഷെ ഇപ്പോഴും ഇന്നും നമ്മൾ ലോ ഓഫ് ടോർട്ട് പഠിക്കുമ്പോൾ ഈ കേസിൽ നമുക്ക് പഠിക്കേണ്ടി വരും, കാരണം ഇതൊരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ആഷ്ബി വേഴ്സസ് വൈറ്റിൽ എന്താ ഉണ്ടായത്?
ഇയാൾക്ക് ലീഗലി വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. വോട്ട് ചെയ്യാനുള്ള റൈറ്റ് എപ്പോഴാണ് നമുക്ക് കിട്ടുക? വോട്ട് ചെയ്യാനുള്ള പ്രായമാവണം അല്ലെ, പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടാവണം. ഈ രണ്ട് സാഹചര്യം ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ യു ആർ എൻ എലിജിബിൾ വോട്ടർ. ഓക്കെ, അപ്പോ എലിജിബിൾ ആയിട്ടുള്ള ഒരു വോട്ടറുടെ റൈറ്റ് ആണ് വോട്ട് ചെയ്യുക എന്നത്. ഇവിടെ ഈ കേസിൽ പ്ലെയിൻറ്റിഫ് അത്തരത്തിലുള്ള ഒരു എലിജിബിൾ വോട്ടർ ആയിരുന്നു. അൺനെസസറി ആയിട്ട് ഇല്ലീഗലായിട്ട് ഇയാളെ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. ഓക്കെ, അയാളുടെ വോട്ട് ചെയ്യാനുള്ള അധികാരം എക്സർസൈസ് ചെയ്യാൻ റിട്ടേണിംഗ് ഓഫീസർ സമ്മതിച്ചില്ല. അത് റിട്ടേണിംഗ് ഓഫീസറുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു തെറ്റാണ് അല്ലേ? ഓക്കെ, ഇനി ഇവിടെ ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ എന്നതായിരുന്നു ചോദ്യം. അതായത് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം അയാൾക്ക് പറ്റിയോ? ഇല്ല. കാരണം ഇയാൾ ആർക്ക് വോട്ട് ചെയ്യണമെന്നാണോ വിചാരിച്ചത് ആ കാൻഡിഡേറ്റ് തന്നെയാണ് ഇലക്ഷനിൽ ജയിച്ചത്. അതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കോടതി പറഞ്ഞത് ഇവിടെ ലോ ഓഫ് ടോർട്ടിനെ സംബന്ധിച്ച് നഷ്ടം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ അല്ല. ഓഫ് കോഴ്സ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോ കോമ്പൻസേഷൻ എത്ര വേണം എന്ന് കണക്കാക്കുമ്പോഴൊക്കെ ആ നഷ്ടത്തിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചൊക്കെ കോമ്പൻസേഷൻ കണക്കാക്കാം. പക്ഷേ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അയാളുടെ ലീഗൽ റൈറ്റിന് ഒരു വയലേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അയാൾക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. ഓക്കെ, ഇനി സമാനമായിട്ടുള്ള ഒരു ഇന്ത്യൻ കേസ് പറയാം. ഭീം സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ 1986 ഉണ്ടായിട്ടുള്ള ഒരു കേസാണ്. ഇവിടെ എന്താണ്, ഈ പ്ലെയിൻറ്റിഫ് ജമ്മു ആൻഡ് കാശ്മീർ അസംബ്ലിയിലെ ഒരു MLA ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇയാള് അസംബ്ലി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് പോലീസ് ഇയാളെ അകാരണമായിട്ട് ഡീറ്റെയിൻ ചെയ്തു. ഇല്ലീഗലായിട്ട് അൺനെസസറി ആയിട്ട് MLA ഡീറ്റെയിൻ ചെയ്തു. ഈ ഡീറ്റെൻഷൻ കാരണം എന്തുണ്ടായത്? അയാൾക്ക് അസംബ്ലി അറ്റൻഡ് ചെയ്യാനേ പറ്റിയില്ല. ഓക്കെ, ഇയാൾ അസംബ്ലിയിൽ അറ്റൻഡ് ചെയ്തില്ല എന്നതുകൊണ്ട് വിശേഷിച്ചൊരു നഷ്ടമൊന്നും ഉണ്ടായില്ല. എങ്കിൽ പോലും അസംബ്ലി അറ്റൻഡ് ചെയ്യാനുള്ള അയാളുടെ റൈറ്റിനെയാണ് അൺനെസസറി ആയിട്ടും ഇല്ലീഗലായിട്ടും പോലീസ് വയലേറ്റ് ചെയ്തത്. അതുകൊണ്ട് കോടതി പറഞ്ഞു അയാൾക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. നഷ്ടം ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു നഷ്ടവും നമുക്ക് പ്രൂവ് ചെയ്യാനും പറ്റില്ല. എങ്കിൽ പോലും അയാളുടെ ലീഗൽ റൈറ്റിനെ വയലേറ്റ് ചെയ്തതുകൊണ്ട് ₹50,000 കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കാൻ കോടതി ഉത്തരവിട്ടു. മാർസിറ്റി വേഴ്സസ് വില്യംസ് എന്നുള്ള കേസിൽ എന്താണ് ഉണ്ടായത്? ഒരാൾക്ക് ബാങ്കിലെ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അയാളുടെ അക്കൗണ്ടിൽ പണവും ഉണ്ടായിരുന്നു. പക്ഷേ വിതൗട്ട് എ റീസൺ ബാങ്ക് ഓഫീസർ ഇയാളുടെ ചെക്ക് ഓണർ ചെയ്യാൻ കൂട്ടാക്കിയില്ല. ഓക്കെ, അപ്പോൾ ആദ്യം ചെക്ക് പ്രസന്റ് ചെയ്തപ്പോൾ ബാങ്ക് അത് ഓണർ ചെയ്തില്ല. അയാളുടെ അക്കൗണ്ടിൽ ശരിക്കും പൈസ ഉണ്ടായിരുന്നു, എന്നിട്ടും അത് ഓണർ ചെയ്തില്ല. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ബാങ്കിന്റെ ഭാഗത്തു നിന്ന്. ബാങ്ക് അത് ഓണർ ചെയ്തില്ല എന്നതുകൊണ്ട് പ്ലെയിൻറ്റിഫിന് നഷ്ടമൊന്നും ഉണ്ടായില്ല. പിന്നീട് തെറ്റ് തിരിച്ചറിഞ്ഞു, ബാങ്ക് അത് തിരുത്തുകയും ചെയ്തു. അതുകൊണ്ട് ഇയാൾക്ക് അങ്ങനെ നഷ്ടമൊന്നും സംഭവിച്ചില്ല. എങ്കിൽ പോലും കോടതി പറഞ്ഞത് ബാങ്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അയാളുടെ അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ അയാളുടെ ചെക്ക് ഓണർ ചെയ്യുക എന്നുള്ളത് ബാങ്കിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ബാങ്ക് ചെയ്തത് ഇയാളുടെ ഒരു ലീഗൽ റൈറ്റിന്റെ മുകളിലുള്ള വയലേഷൻ ആയതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അയാൾക്ക് കോമ്പൻസേഷൻ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ 3 കേസുകളും കണ്ടിട്ട് നമുക്കിത് മനസ്സിലായി. അതായത് ഒരാളുടെ റൈറ്റ്, അയാൾക്ക് ലീഗൽ ആയിട്ടുള്ള ഒരു റൈറ്റിനെ മറ്റൊരാൾ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നഷ്ടം വന്നാലും നഷ്ടം വന്നില്ലെങ്കിലും റൈറ്റ് വയലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലോ ഓഫ് ടോർട്ട് പ്രകാരം അയാൾക്ക് കോമ്പൻസേഷൻ കിട്ടാനുള്ള അർഹതയും ഉണ്ട്. എന്നല്ല, അത്തരത്തിലുള്ള കോമ്പൻസേഷൻ അയാൾക്ക് കിട്ടിയിരിക്കുകയും വേണം എന്നാണ് കോടതികൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻജൂറിയ സിൻ ഡാംനം എന്ന് പറയുന്ന ലീഗൽ പ്രിൻസിപ്പിൾ. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, നിങ്ങളുടെ ലീഗൽ റൈറ്റ് വയലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടാനുള്ള അർഹതയുണ്ട്. ആ വയലേഷൻ കാരണം നിങ്ങൾക്ക് വിശേഷിച്ച് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും. ഇതാണ് ഇൻജൂറിയ സിൻ ഡാംനം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ ഇതിന് മുമ്പുള്ള ലീഗൽ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഡാംനം സിൻ ഇൻജൂറിയ എന്താണെന്ന് മനസ്സിലാവണം. അപ്പൊ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ നിങ്ങൾക്ക് പോയി കാണാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഓർ യു വാണ്ട് ടു സജസ്റ്റ് സംതിങ്, പ്ലീസ് മേക്ക് യൂസ് ഓഫ് മൈ കമന്റ് ബോക്സ്. ഐ വിൽ ബി വെരി ഹാപ്പി ടു ഹെൽപ്പ്.